ഭയങ്കര റിസ്ക്കുള്ള, ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഡോക്ടർ കൈകാര്യം ചെയ്യുന്നത്. പൊതുജനത്തിന് വലിയ കാര്യമായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി വലിയ ധാരണയും ഉണ്ടാവാൻ ചാൻസില്ല. നമ്മളത് അധികം പറഞ്ഞു കേട്ടിട്ടില്ല. ചൈൽഡ് അബ്നോർമാലിറ്റീസ് നമ്മൾ കേട്ടാൽ ഞെട്ടുന്ന കേസുകളൊക്കെ ഉണ്ടോ? ഉണ്ട്. അത് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കറക്റ്റാണ്. പലപ്പോഴും എല്ലാവരും വിചാരിക്കുന്നത് പീഡിയാട്രിക് സർജറി എന്ന് പറഞ്ഞാൽ അഡൽട്ട് സർജറിയുടെ ഒരു മിനിയേച്ചർ ഫോം, അതായത് കുട്ടികളുടെ അപ്പൻഡിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. അതെ. ഓഫ് കോഴ്സ് അതൊരു ജനറൽ പീഡിയാട്രിക് സർജറി എന്നൊരു വർക്ക് ലോഡ് ഉണ്ട് ഞങ്ങൾക്ക്. അതൊരു 25-30% വരുള്ളൂ. ബാക്കി കൂടുതലും നമുക്ക് ഈ പറഞ്ഞ കൺജനിറ്റൽ ഡിഫോമിറ്റീസ്, അതായത് ജന്മനാ വൈകല്യങ്ങളായിട്ട് ജനിക്കുന്ന കുട്ടികളുടെ വൈകല്യങ്ങളെ തിരുത്തുന്ന സർജറികൾ. അതിപ്പോൾ എല്ലാ സിസ്റ്റത്തിലും ആവാം. പക്ഷെ പ്രധാനമായിട്ടും പീഡിയാട്രിക് സർജൻ ഡീൽ ചെയ്യുന്നത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ, അതായത് ഉദര സംബന്ധമായ വയറിനുള്ളിലുള്ള കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ. പിന്നെ യൂറോളജി, പീഡിയാട്രിക് യൂറോളജിയും ഒരു പീഡിയാട്രിക് സർജൻ്റെ പ്രിവ്യൂവിൽ വരുന്നതാണ്. അത് ഏകദേശം ഒരു 25-30% പേർക്ക് പീഡിയാട്രിക് യൂറോളജി ആയിരിക്കും. പിന്നെ നമുക്ക് ചെസ്റ്റ്, ലങ്സ്, കാർഡിയാക് സർജറി ചെയ്യാറില്ല പീഡിയാട്രിക് സർജൻ. പീഡിയാട്രിക് കാർഡിയാക് സർജനാണ് പീഡിയാട്രിക് കാർഡിയാക് സർജറി ചെയ്യുന്നത്. പീഡിയാട്രിക് സർജൻ ചെയ്യുന്നത് ലങ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ ജന്മനാൽ വരുന്ന അസുഖങ്ങളുണ്ട്. കൺജനിറ്റൽ ലങ്സ് സിസ്റ്റുകൾ, അങ്ങനെ കുറേ അസുഖങ്ങളുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ജനറലായിട്ട് നമുക്ക് കാണുന്ന ജന്മനാൽ തന്നെ കാണുന്ന മുഴകൾ, സിസ്റ്റിക് ഹൈഗ്രോം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെയുള്ള മുഴകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പീഡിയാട്രിക് സർജൻ്റെ പെർസ്പെക്റ്റീവ്. അതിൽ ഈ പറഞ്ഞ കൺജനിറ്റൽ ഡിഫക്ട്സ്, അത് നമ്മളിപ്പം നമ്മുടെ നാട്ടിലെല്ലാവരും സ്കാൻ ചെയ്യും അല്ലേ, റുട്ടീനാണ് ഒരു അനോമലി സ്കാൻ. യൂഷ്വലി അതൊരു 18 മുതൽ 22 ആഴ്ചയ്ക്കുള്ളിലാണ് ഗർഭാവസ്ഥയിൽ ചെയ്യുക. അപ്പോൾ ഈ അനോമലി സ്കാനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ നോക്കും. ഈ ഫീറ്റസിൻ്റെ ഒരുപാട് മെഷർമെൻറ്റ്സ് ഉണ്ട് അവർക്ക്. അളവുകൾ എടുക്കുമ്പോൾ അവർക്കറിയാം ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് നോർമലാണോ, ഏതെങ്കിലും അവയവത്തിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ. പിന്നെ ആംനിയോട്ടിക് ക്യാവിറ്റി, അതായത് ഗർഭപാത്രത്തിനുള്ളിൽ ഒരു ആംനിയോട്ടിക് ഫ്ലൂയിഡിലാണ് കുട്ടി കിടക്കുന്നത്. അപ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ആ ഫ്ലൂയിഡ് സഫീഷ്യൻ്റ്ലി ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ അനോമലി സ്കാനിൽ അവർ പഠിക്കുന്നത്. അപ്പോൾ പൊതുവേ നമുക്കിത് ഒന്ന് ക്ലാസിഫൈ ചെയ്താൽ കൺജനിറ്റൽ ബർത്ത് ഡിഫക്ട്സ് എന്നുള്ളത് മെക്കാനിക്കൽ ബർത്ത് ഡിഫക്റ്റും പിന്നെ മാൽഫോർമേഷൻ എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പായിട്ട് തരംതിരിക്കാം. അപ്പോൾ ഈ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ അല്ലേ, ഫിസിക്കൽ ഫോഴ്സസ് കാരണം നോർമലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ടിഷ്യൂ, ഇവിടെ ടിഷ്യൂ നോർമലാണ്, കുട്ടിയുടെ അവയവങ്ങളെല്ലാം നോർമലാണ്, പക്ഷേ മെക്കാനിക്കൽ ഫോഴ്സസ് കാരണം അബ്നോർമാലിറ്റികൾ വരുന്നു. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഗർഭപാത്രത്തിനുള്ളിൽ സ്പേസ് കുറവാണ്, യൂട്രൈൻ അബ്നോർമാലിറ്റി കാരണം, പിന്നെ ഫ്ലൂയിഡ് കുറവാണ്. ഇങ്ങനെയൊക്കെ അവസ്ഥയുണ്ടെങ്കിൽ ചിലപ്പം ഈ കുട്ടിയുടെ പാദങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല, ഫീറ്റസ് ഇരിക്കുന്ന ഒരു ഫീറ്റൽ പൊസിഷൻ നമ്മൾ യോഗയിലൊക്കെ പറയത്തില്ല, പാദങ്ങൾ രണ്ടും ഇങ്ങനെ ക്രോസ് ചെയ്ത്. അപ്പോൾ ഈ പാദങ്ങൾ സ്പേസ് കുറവാണ്, ഫ്ലൂയിഡ് കുറവാണെങ്കിൽ അത് കൂടുതൽ അകത്തോട്ട് തിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെ ജനിക്കും? ഈ ക്ലബ് ഫുട്ട് എന്ന് പറയത്തില്ലേ, ചില കുട്ടികൾ ജനിക്കുമ്പോൾ പാദങ്ങൾ അകത്തോട്ട് തിരിഞ്ഞിരിക്കുന്നൊരവസ്ഥ. അപ്പോൾ അതൊരു മെക്കാനിക്കൽ ഡിഫക്റ്റാണ്. അതുപോലെ തന്നെയാണ് തലയുടെ ഷേപ്പ്, പല ഷേപ്പുള്ള കുട്ടികൾ ജനിക്കാറില്ല, അതൊക്കെ മെക്കാനിക്കൽ ഡിഫക്റ്റുകളാണ്. അത് ടിഷ്യൂവിനും ഡെവലപ്മെൻറ്റ് ഓർഗണിനും ഒന്നും കുഴപ്പമുണ്ടാവില്ല. പലപ്പോഴും അത് ഈ നമ്മൾ കൺസർവേറ്റീവായിട്ട് സർജറി കൂടാതെ ഇനിഷ്യലിയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ നോക്കും. കാരണം ഈ ടിഷ്യൂസ് പ്ലയബിളാണല്ലോ, ബോണൊക്കെ കാസ്റ്റൊക്കെ ഇട്ട് അങ്ങനെ, പിന്നെ സർജറി ചെയ്യേണ്ടതിന് സർജറിയും ചെയ്യും. അപ്പോൾ അതൊരു മെക്കാനിക്കൽ ഡിഫക്റ്റ്. പിന്നെ ഡിസ്റപ്റ്റീവ് ഡിഫക്റ്റ്, ഡിഫോമിറ്റി എന്നും പറഞ്ഞൊരു കൂട്ടമുണ്ട്. അതായത് നമ്മൾ ഈ ആംനിയോട്ടിക് ക്യാവിറ്റിക്കകത്ത് ഈ ബാൻഡുകളെന്ന് പറയും, ആംനിയോട്ടിക് ബാൻഡ്സ്, അത് ഈ കുട്ടിയുടെ ലിംസിൽ ഇങ്ങനെ കയറ് പോലെ വലിഞ്ഞു മുറുകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ ഇതേപോലെ ബാൻഡുകൾ നെക്കിയ ഭാഗങ്ങൾ, ആ മുറുകിയ ഭാഗങ്ങൾ നമുക്ക് കാണാം. ചിലപ്പോൾ അത് രക്തയോട്ടം നിലച്ചു പോകുന്നവരെ അവസ്ഥയിലെത്താറുണ്ട്. അതൊക്കെ റെയറാണ്, എന്നാലും കാണാറുണ്ട്. അപ്പോൾ ഡിഫോമിറ്റി ഉണ്ട്, ഡിസ്റപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് മെക്കാനിക്കൽ ഫോഴ്സസ് കാരണമാണ്. അവിടെ ടിഷ്യൂ നോർമലാണ്. പിന്നെ പ്രധാനമായിട്ടും വി ആർ കൺസേൺഡ് അബൌട്ട് മാൽഫോർമേഷൻ. മാൽഫോർമേഷൻ എന്നുള്ള ഗ്രൂപ്പ് ഓഫ് ഡിഫക്റ്റിലാണ്. അവിടെ മാൽഫോർമേഷൻ, ആ വാക്ക് തന്നെ അതിൻ്റെ അർത്ഥം അല്ല, അതായത് ശരിയായിട്ടല്ല ആ അവയവം ഉണ്ടാകുന്നത്, ആ ടിഷ്യൂ ഉണ്ടാകുന്നത്. എന്തായിട്ടാണോ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് ആ ടിഷ്യൂ വളരുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് എയ്നോ റെക്ടൽ മാൽഫോർമേഷൻ എന്നൊരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട്. അതായത് എയ്നസ് റെക്ടം, മലദ്വാരം ഇല്ലാതെ ജനിക്കുന്ന കുട്ടികളുണ്ട്. മലദ്വാരം ഇല്ലാതെ കുട്ടികളൊക്കെ ജനിക്കും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മലദ്വാരം തീരെ ഇല്ല, അതായത് ഈ വൻകുടൽ വയറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലെവലിൽ വെച്ച് അതിൻ്റെ വളർച്ച നിൽക്കും, താഴോട്ട് കണ്ടിന്യൂ ചെയ്യില്ല, പുറത്തോട്ട് ഓപ്പൺ ചെയ്യില്ല.
അപ്പോൾ അത് പല ടൈപ്പ് ഉണ്ട്, ഹൈ, ഇൻ്റർമീഡിയറ്റ്, ലോ എന്നൊക്കെ പറഞ്ഞുണ്ട്. അത് എവിടെയാണോ അവസാനിക്കുന്നത് അതിനെ വെച്ചാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പുറത്തോട്ട് തുറന്നില്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും തുറക്കണമല്ലോ. അപ്പോൾ ഇതൊരു ചെറിയൊരു ഫിസ്റ്റുല വഴി, ഒരു കണക്ഷൻ വഴി ഒന്നുകിൽ മൂത്രസഞ്ചിയിലോ അല്ലെങ്കിൽ മൂത്രനാളത്തിലോ യൂറിത്രയിലോ ഇത് തുറക്കും. അപ്പോൾ കുട്ടി മൂത്രം ഒഴിക്കുമ്പം മലവും കൂടെ പോകും. പെൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അത് യോനിയുടെ പുറകിലോട്ടൊക്കെ ആയിട്ട് തുറക്കാറുണ്ട്. അപ്പോൾ അത് ഏനോ വെസ്റ്റിബുലാർ ഫിസ്റ്റുല, ഏനോ യൂറിത്രൽ ഫിസ്റ്റുല എന്നൊക്കെ പറയാം. ഒരു ഫിസ്റ്റുല, ഒരു കണക്ഷൻ എന്തായാലും ഉണ്ടാവും, അത് പുറത്തോട്ട് പോകണമല്ലോ. അപ്പോൾ ചിലപ്പം അത് തൊലിപ്പുറം വരെ വന്ന് നിൽക്കും, ജസ്റ്റ് തൊലിയുടെ താഴെ ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ വളരെ വെരി ലോ ഏനോറെക്ടൽ മാൽഫോർമേഷൻ എന്ന് പറയും. അപ്പോൾ എന്തായാലും ഈ ഡിപ്പെൻഡിങ് ഓൺ ദിസ് ലെവൽ ഓഫ് ഓപ്പണിംഗ്, ഇത് എവിടെയാണോ തുറക്കുന്നത് അതനുസരിച്ച് നമ്മൾ സർജറി ചെയ്യും. ചിലപ്പോൾ ഈ വെരി ലോ ആണെങ്കിൽ ജസ്റ്റ് അവിടെ ഓപ്പറേഷൻ ചെയ്ത് താഴോട്ടാക്കി കൊടുത്താൽ മതി. അതേസമയം ഈ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഹൈ ആണെങ്കിൽ നമ്മൾ വൻകുടൽ തിരിച്ച് തുറന്ന് പുറത്തോട്ട് വെക്കണം. കൊളോസ്റ്റമി എന്ന് പറയും. കൊളോസ്റ്റമി ചെയ്ത് ഈ മലത്തിന് എന്തായാലും പുറത്ത് വിടണമല്ലോ, മലം കെട്ടിക്കിടന്നാൽ അത് അണുബാധയും മരണവും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് കൊളോസ്റ്റമി ആദ്യം ചെയ്യും. അത് കഴിഞ്ഞ് കുട്ടി വലുതായി വരുമ്പം ഈ ഫിസ്റ്റുല ഉണ്ടെങ്കിൽ അതിനെയും ടാക്കിൾ ചെയ്യണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഫിസ്റ്റുലയായിട്ട് ഈ മൂത്രനാളത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ആ ഫിസ്റ്റുലയും ടാക്കിൾ ചെയ്യുന്നതിനോടൊപ്പം ഈ മലദ്വാരം പുതിയതായിട്ടുണ്ടാക്കി ഈ വൻകുടലിനെ താഴെ കൊണ്ട് പിടിപ്പിക്കും. അപ്പോൾ അത് ജനിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട സർജറീസ് ആണോ? ജനിക്കുമ്പം ചെയ്യുന്നത് എമർജൻസി ആയിട്ട് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ കൊളോസ്റ്റമി, ഡൈവേർഷൻ. അതായത് നമ്മൾ മലം തിരിച്ചു വരണം. അത് കഴിഞ്ഞ് കുട്ടി വലുതായി കഴിഞ്ഞ് ഒരു വയസ്സ് 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഡെഫിനറ്റീവ് സർജറി ചെയ്യും. അപ്പോൾ അത് ഏനോറെക്ടൽ മാൽഫോർമേഷൻ, അത് ഒരു മാൽഫോർമേഷൻ. അതുപോലെ ഇഷ്ടംപോലെ മാൽഫോർമേഷൻസ് ഉണ്ട്. നമുക്ക് ഓരോ അവയവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈനൽ അട്രീസിയ, അതായത് കുടൽ നമുക്കൊരു ട്യൂബ് പോലെ കണ്ടിന്യൂറ്റി വേണം അല്ലേ. അപ്പോൾ ചിലപ്പം ഈ ഗർഭാവസ്ഥയിൽ ചില ഇവൻറ്റ്സ് എന്നാണ് പറയും, ഇവൻറ്റ്സ് കാരണം ചില കുടലിൻ്റെ ചില ഭാഗങ്ങൾ ചുരുങ്ങിപ്പോവും, അല്ലെങ്കിൽ കുടൽ തമ്മിൽ ബന്ധമില്ലാതിരിക്കും. അപ്പോൾ അതും ഈ കുട്ടി ഇതുപോലെ ജനിച്ചു കഴിയുമ്പോൾ എന്താ, ഇങ്ങനത്തെ കുട്ടികളെല്ലാം, ഈ കുടൽ സംബന്ധമായിട്ടുള്ള തടസ്സമുള്ള കുട്ടികളെല്ലാം ജനിച്ചു കഴിയുമ്പോൾ അവർക്ക് ഛർദ്ദിക്കാൻ തുടങ്ങും. പിത്തം, ബൈൽ, ബിലിയസ് വോമിറ്റിംഗ്, അതാണ് ഒരു ലക്ഷണം. വയറ് വീർപ്പ്, പിത്തം, ഛർദ്ദിക്കുക, മലം പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു തടസ്സമുള്ള കുടലിനോ വൻകുടലോ ചെറുകുടലോ എവിടെയാണെങ്കിലും തടസ്സമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് അത് ഇമ്മീഡിയറ്റ് സർജറി ചെയ്യേണ്ടി വരും. അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് സർജറി ചെയ്ത് കണക്ഷൻ ഇല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ബാൻഡുകൾ കാരണമുള്ള ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ ആ ഒബ്സ്ട്രക്ഷൻ റിലീവ് ചെയ്ത് കൊടുക്കണം, തടസ്സം മാറ്റി കൊടുക്കണം. പുറമേ നിന്നുള്ളതും ആകാം, ഉള്ളിൽ നിന്നുള്ളതും ആകാം അല്ലേ. കുടൽ ലൂമനല്ലേ, ഒരു ട്യൂബല്ലേ. അപ്പം ട്യൂബിനകത്തുള്ള തടസ്സമാകാം, പുറമേ നിന്നുള്ള തടസ്സമാകാം. ചിലപ്പോൾ ട്യൂബ് തമ്മിൽ ബന്ധമില്ലാതിരിക്കുന്ന അവസ്ഥയാകാം. എന്താണേലും തടസ്സമാണ്. അപ്പോൾ ഈ തടസ്സം നീക്കി കൊടുക്കുക. പിന്നെ വേറെ ഒരു കൂട്ടം കുട്ടികളുണ്ട്, അവർക്ക് ഈ ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന് പറയും. അതായത് നമ്മുടെ കുടൽ ഉണ്ടായി വരുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു 9 to 12 വീക്സ് വരെ, 9 വീക്സ് വരെ അത് പുറമെയാണ്, അത് ഫ്ലോട്ടിങ് ഇൻ ദ അമിനോട്ടിക് ക്യാവിറ്റിയാണ്. അതായത് വയറിൻ്റെ ഭിത്തി ഉണ്ടായിട്ടില്ല. നമ്മുടെ ഹ്യൂമൻ എംബ്രിയോ ഉണ്ടാകുന്നത് ആദ്യം ഒരു പ്ലേറ്റ് പോലെ, പിന്നെ അത് 3 ഡയമെൻഷണൽ ഇതായിട്ട് വന്ന് ഫ്യൂസ് ചെയ്ത് അങ്ങനെയാണ് ഒരു ക്യാവിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ക്യാവിറ്റി ഉണ്ടാകുന്നതിനോടൊപ്പം ഈ വെറിയ കിടക്കുന്ന കുടൽ ഉള്ളിലോട്ടും കയറണം അല്ലേ. അപ്പോൾ ആ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് വേറൊരു പ്രധാനപ്പെട്ട ഇവൻറ്റ് സംഭവിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വയറിൻ്റെയും നെഞ്ചിൻ്റെ ഇടയ്ക്കൊരു പാളിയുണ്ട്, ഡയഫ്രം എന്ന് പറയും. അപ്പോൾ ഈ ഡയഫ്രം പൂർണ്ണമായിട്ടും ഉണ്ടായി കഴിഞ്ഞിരിക്കണം. ഏതാ, ഈ കുടൽ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും ഓൾറെഡി ഡയഫ്രം ഉണ്ടായിരിക്കണം. പക്ഷെ ചിലപ്പോൾ ഈ ഡയഫ്രം പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്യത്തില്ല. അപ്പോൾ എന്താ, വയറിൻ്റെയും നെഞ്ചിൻ്റെ അകത്തൊരു കമ്മ്യൂണിക്കേഷൻ, തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ, അവിടെ ഒരു ഗ്യാപ്പ് ഇല്ലേ, ഡയഫ്രം ഉണ്ടാകത്തുകൊണ്ട് ഗ്യാപ്പ്. അപ്പോൾ ഈ ഉള്ളിലോട്ട് കയറുന്ന കുടൽ നേരെ നെഞ്ചിൽ കയറും. അപ്പോൾ അത് ഡയഫ്രമാറ്റിക് ഹെർണിയേഷൻ, അതായത് കുടൽ ഡയഫ്രത്തിൽ കൂടെ നെഞ്ചിനകത്തോട്ട് കയറിയിരിക്കും. അപ്പോൾ അതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. അതായത് ലങ്സ് ഡെവലപ്പ് ചെയ്യത്തില്ല ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, കാരണം അവിടെ കുടലിരിക്കുകയല്ലേ. അപ്പോൾ കുടൽ മാത്രമല്ല, അതിനോടൊപ്പം ചിലപ്പം ഈ കരളിൻ്റെ ഒരു ഭാഗം, സ്പ്ലീഹ, ഇതെല്ലാം നെഞ്ചിനകത്ത് കയറും, ഡിപ്പെൻഡിങ് ഓൺ ദ സൈഡ്. ഇടതുവശത്താണോ വലതുവശത്താണോ ഈ ഡിഫക്റ്റ് ഉള്ളത് അതനുസരിച്ച്. അപ്പോൾ അത് സാധാരണ പണ്ടൊക്കെ ഒരു 10-20-25 വർഷം മുമ്പേ അതൊരു മെഡിക്കൽ
എമർജൻസിയിൽ ഒരു സർജിക്കൽ എമർജൻസി ആയിട്ടാണ് കരുതിയിരുന്നത്. അതായത് കൊച്ചു ജനിച്ച ഉടനെ കൊണ്ടുപോയി സർജറി ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് നോളജ് കൂടിയപ്പം അത് മനസ്സിലാക്കി ഞങ്ങൾ മനസ്സിലാക്കിയത് അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അതായത് ഈ കുട്ടികൾക്കെല്ലാം പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. പ്രഷർ, ലങ്സിൻ്റെ പ്രഷർ അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് നമ്മൾ മെഡിസിൻസ് കൊടുത്ത് വെൻറ്റിലേറ്റ് ചെയ്ത് കുട്ടിയെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യും. ഒരു 48 hours വരെയൊക്കെ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് ഈ വെൻറ്റിലേറ്ററി ട്രീറ്റ്മെൻറ്റിന് കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ യു ഗോ ഫോർ സർജറി. പക്ഷെ ചില കുട്ടികൾ ഒട്ടും റെസ്പോണ്ട് ചെയ്യത്തില്ല. നമ്മൾ പല മോഡ്സ് ഓഫ് വെൻറ്റിലേഷൻ ഉണ്ട്. നോർമൽ വെൻറ്റിലേഷൻ, പിന്നെ അതിൻ്റെ അടുത്ത ലെവൽ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്ററി വെൻറ്റിലേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ വെൻറ്റിലേറ്ററി റെസ്പോൺസ് ഇല്ലാത്ത കുട്ടികളെ നമ്മൾ സർജറി ചെയ്തിട്ടും കാര്യമില്ല. ദേ വിൽ ഡൈ ഇവൻച്വലി. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഒരു ട്രയൽ ഓഫ് മെഡിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യും ഞങ്ങൾ ആദ്യം. ഒരു 48 hours അല്ലെങ്കിൽ 72 hours നോക്കിയിട്ട് സ്റ്റേബിളാണ്, ടേക്കൺ ഫോർ സർജറി ഓക്കെ എന്നുള്ളൊരു ഇതിൽ വന്നു കഴിഞ്ഞാൽ വിൽ ഡു സർജറി. നമ്മൾ ആ ഡിഫക്റ്റ് ക്ലോസ് ചെയ്യുക ചെയ്യുന്നത്. കുടലെല്ലാം തിരിച്ച് വയറിനകത്തോട്ട് ഇട്ടിട്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ അത് ഡയഫ്രമാറ്റിക് ഹെർണിയ. പിന്നെ ഒരു കൂട്ടം കുട്ടികളുള്ളത് ട്രക്കിയോഇസോഫാജിയൽ ഫിസ്റ്റുല എന്ന് പറയും. അതായത് ചില കുട്ടികളുടെ അന്നനാളം അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. അതായത് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ്. അപ്പോൾ എന്താ പറ്റുക, തുപ്പൽ ഇറങ്ങിപ്പോകത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ജനിക്കുമ്പം വായിന്ന് ഇങ്ങനെ ഫ്രോത്തിങ്, തുപ്പൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മേളിൽ പൗച്ചായിട്ട് എൻഡ് ചെയ്യും. താഴെ നമുക്ക് ആ ഗ്യാപ്പ് കഴിഞ്ഞുള്ള അന്നനാളം ഉണ്ടല്ലോ, ആ അന്നനാളം ലങ്സിൻ്റെ ഒരു ബ്രോങ്കസ്, അതായത് ശ്വാസനാളവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ഫിസ്റ്റുല ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടി ശ്വസിക്കുന്ന എയറെല്ലാം ആ ഫിസ്റ്റുല വഴി നേരെ വയറിലോട്ട് പോകും. അപ്പോൾ ട്രക്കിയോഇസോഫാജിയൽ ഫിസ്റ്റുല എന്നാണ് പറയുന്നത്. അതും ഒരു എമർജൻസിയാണ്. അത് നമ്മൾ ഇതേ പറഞ്ഞ കണക്ക് കുട്ടിയുടെ വളർച്ച, വെയ്റ്റ്, ജസ്റ്റേഷണൽ ഏജ്, അതായത് എത്ര വീക്സ് കംപ്ലീറ്റ് ചെയ്തു, പ്രിമച്ചുറായിട്ടാണോ ഡെലിവർ ചെയ്തത്, പിന്നെ അസോസിയേറ്റഡ് കോംപ്ലിക്കേഷൻ. അതായത് ഈ പറഞ്ഞ എല്ലാ മാൽഫോർമേഷൻസിനും ഒരു പർട്ടിക്കുലർ അവയവം മാത്രമായിരിക്കത്തില്ല ചിലപ്പോൾ ഇൻവോൾവ്, മൾട്ടിപ്പിൾ ഓർഗൻ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്കാൻ ചെയ്ത് സ്റ്റഡി ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ ഏനോറെക്ടൽ മാൽഫോർമേഷൻ എന്ന് പറഞ്ഞില്ലേ, മലദ്വാരം ഇല്ലാതെ ജനിക്കുന്ന കുട്ടികൾ. അപ്പോൾ ആ കുട്ടികൾക്ക് യൂഷ്വലി ഒരു യൂറോളജിക്കൽ പ്രോബ്ലം കൂടെ കാണും. കിഡ്നികൾക്കോ അല്ലെങ്കിൽ മൂത്രം തിരിച്ചു കയറുന്ന ഒരു അസുഖമുണ്ട്. സാധാരണ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം താഴോട്ടേ പോകാൻ പാടും അല്ലേ. അപ്പോൾ അത് ഈ ബ്ലാഡറിൽ നിന്നും മൂത്രസഞ്ചിയിൽ നിന്നും മൂത്രം തിരിച്ച് കിഡ്നിയിലോട്ട് കയറാതിരിക്കാനായിട്ടുള്ളൊരു വാൽവ് മെക്കാനിസം ഉണ്ട് നോർമലായിട്ട് എല്ലാവർക്കും. അപ്പോൾ ആ മെക്കാനിസം ഇല്ലാതെ ജനിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് എന്താ പറ്റുക, ഈ ബ്ലാഡർ കൺട്രാക്ട് ചെയ്ത് മൂത്രം പുറത്തോട്ട് തള്ളുമ്പം ആ പ്രഷർ കാരണം മൂത്രം തിരിച്ച് കിഡ്നിയിലോട്ട് കയറും. അതിന് വെസൈക്കോ യൂറിട്രിക് റിഫ്ലക്സ് എന്നാണ് പറയുന്നത്, റീഫ്ലക്സ്, തിരിച്ച് കയറുക. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, ഈ പറഞ്ഞ ഏനോറെക്ടൽ മാൽഫോർമേഷനിലുള്ള കുട്ടികൾക്ക് നല്ലൊരു ശതമാനം കുട്ടികൾക്ക് ഈ റിഫ്ലക്സ് കാണും. പിന്നെ വേറൊരു കൂട്ടം കുട്ടികൾക്ക് ഇതുപോലെ വാട്ടർ അസോസിയേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഈ ഏനോറെക്ടൽ മാൽഫോർമേഷൻ, ട്രക്കിയോഇസോഫാജിയൽ ഫിസ്റ്റുല അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്ക് പല അസോസിയേഷൻസ്, അത് ഞാൻ പറഞ്ഞില്ലേ മൾട്ടിപ്പിൾ ഓർഗൻ. അപ്പോൾ അതിൽ അവർക്ക് ഈ പറയുന്നത് വെർട്ടിബ്ര, അതായത് നമ്മുടെ കശേരുക്കളില്ലേ, കശേരുക്കൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകും. ചിലപ്പം കശേരുക്കൾ പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്യാതിരിക്കുക, ഏജനസിസ്, അല്ലെങ്കിൽ പാർഷ്യൽ ഏജനസിസ്, ഒരു ഭാഗം ഡെവലപ്പ് ചെയ്യും ഒരു ഭാഗം ഡെവലപ്പ് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും താഴത്തെ കശേരുക്കൾ പ്രത്യേകിച്ചും ഈ നമ്മുടെ നെർവ് ഔട്ട്ഫ്ലോ, അതായത് നമ്മുടെ മൂത്രസഞ്ചിയിലോട്ടും രക്തത്തിലോട്ടും കുടലിലോട്ടൊക്കെ പോകുന്ന നെർവിൻ്റെ ഔട്ട്ഫ്ലോ അതിൽ കൂടെയാണ് അല്ലേ. നമ്മൾ സ്പൈനൽ കോഡ് എന്നൊക്കെ കേട്ടിട്ടില്ല, അത് എൻഡ് ചെയ്യുന്ന ആ ഭാഗം വന്നിട്ട് ഈ നെർവ് സപ്ലൈ ചെയ്യുന്നത് അവിടെ നിന്നാണ്, സേക്രൽ ഔട്ട്ഫ്ലോ എന്ന് പറയും. അപ്പോൾ ഈ സേക്രം പ്രോപ്പർലി ഡെവലപ്പ് ഇല്ലെങ്കിൽ ഈ നെർവ്സും അബ്നോർമലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ബ്ലാഡർ കൺട്രോളും ഈ രക്തത്തിൻ്റെ കൺട്രോളും ഒക്കെ പ്രോപ്പർ ആയിരിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രോപ്പർലി സ്റ്റഡി ചെയ്യണം. കാരണം നമ്മളൊരു സർജറി ചെയ്ത് കഴിയുമ്പോൾ മാതാപിതാക്കൾ വിചാരിക്കുന്നത് എല്ലാം നോർമലായി അല്ലേ. അപ്പോൾ അവരോട് നമ്മൾ പറയണം ഡീറ്റെയിൽഡായിട്ട്, ഈ കുട്ടിക്ക് ഈ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് സർജറി കഴിഞ്ഞാലും ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാം, അവരെ അവെയറാക്കുക. അതാണ് ഞാൻ പറഞ്ഞ അസോസിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കാർഡിയാക് അനോമലീസ് ഉണ്ടാകും. പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ, ഹൃദയത്തിൽ ദ്വാരം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതെ. ഹൃദയത്തിൻ്റെ അറകൾ തമ്മിലുള്ള ആ ഭിത്തിയിൽ വരുന്ന ദ്വാരങ്ങളാണ്. അപ്പോൾ അത് എല്ലാം സർജറി ചെയ്യേണ്ടി വരാറില്ല. അത് കാർഡിയാക് സർജൻ അത് അനലൈസ് ചെയ്തിട്ട് അവർ പ്രോപ്പറായിട്ട് ടൈമിംഗ് കൊടുക്കും, ഒബ്സർവേഷൻ ടൈമുണ്ട്. അതിനുള്ളിൽ അടഞ്ഞില്ലെങ്കിൽ അത് ഇൻ്റർവീൻ ചെയ്യണമെങ്കിൽ അത് ഇൻ്റർവീൻ ചെയ്യും. അപ്പോൾ കാർഡിയാക് പ്രോബ്ലംസ് അതൊരു സെക്ഷനാണ്. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ അസോസിയേഷൻ,
പിന്നെ അതിന് സീക്വൻസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് നോക്കി സിൻഡ്രോംസ് എന്ന് പറയുമ്പം അതൊരു ഗ്രൂപ്പ് ഓഫ് മാൽഫോമേഷൻസിൻ്റെ ഒരു കളക്ഷനാണ്. അതുപോലെ തന്നെയാണ് ഈ അസോസിയേഷൻ, അതായത് ഇതിൻ്റെ കൂടെ അതും കാണും. അപ്പോൾ നമുക്കൊരു ഇതിനെക്കുറിച്ച് അവെയർ ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് അതറിയാം, ഈ കുട്ടിക്ക് ഇതുണ്ട്, അപ്പം മിക്കവാറും അതും കാണും. അപ്പം നമ്മൾ സിൻസ് വി ആർ അവെയർ ഓഫ് ഇറ്റ്, നമ്മൾ അതും കൂടെ പഠിക്കും. അപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് അവരോട് പറയും, ഇത് ഈ സാധ്യതയുണ്ട്, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. അതുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ യൂറോളജിക്കൽ പ്രോബ്ലംസ് ഒരു സെക്ഷനാണ്. അപ്പം പലപ്പോഴും നമ്മൾ ഈ സ്കാനിങ് ചെയ്യുമ്പം മാതാപിതാക്കളുടെ റിപ്പോർട്ടുമായിട്ട് വരും, വളരെ ടെൻഷൻ അടിച്ച് കുട്ടിയുടെ കിഡ്നിക്ക് വീക്കമുണ്ട്, എന്ത് ചെയ്യും, പ്രസവിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ, കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സർജറി ചെയ്യേണ്ടി വരുമോ, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ അതും നമ്മൾ വളരെ സയൻറ്റിഫിക്കായിട്ട് തന്നെ അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഹൗ ഡു യു ഫോളോ അപ്പ് ദീസ് ചിൽഡ്രൻ, എന്ത് അഡ്വൈസ് കൊടുക്കും എന്നുള്ളതൊക്കെ. ഓക്കെ. ഉദാഹരണത്തിന് വീക്കത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും ഗ്രേഡായിട്ട്. അപ്പം 5 മില്ലിമീറ്റർ ടു 9 മില്ലിമീറ്റർ, 9 മുതൽ 14 മില്ലിമീറ്റർ, 14 മുകളിൽ, അങ്ങനെ ഈ വീക്കം എന്ന് പറയുന്നത് കിഡ്നിയിൽ നിന്ന് മൂത്രം ഇറങ്ങി വരുന്ന ഭാഗത്തെ വീക്കമാണ്, അതിൻ്റെ അളവാണ് പറയുന്നത് കേട്ടോ, കിഡ്നിയുടെ വീക്കമല്ല. അപ്പോൾ എന്തായാലും അതിന് AP ഡയമീറ്റർ എന്നാണ് പറയുക. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് വെച്ചിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് പലപ്പോഴും ഞാൻ കണ്ടുവരുന്നത് ഈ ഒരു 90% അല്ലെങ്കിൽ 95% കുട്ടികൾക്കും ഈ പറഞ്ഞ AP ഡയമീറ്റർ അതിൽ വീക്കം കാണുന്ന കുട്ടികളുടെ വീക്കം ഒരു 1-1.5 വയസ്സിനുള്ളിൽ മാറിപ്പോവും. അപ്പോൾ അതൊരു പരിഭ്രമിക്കേണ്ട കാര്യമില്ല. അതേസമയം ഈ വീക്കം കൂടി വരികയാണെങ്കിൽ പിന്നെ ഫേർദർ സ്റ്റഡീസ് ചെയ്തിട്ട് എവിടെയാണോ തടസ്സം, ഈ തടസ്സം കാരണമാണോ, മൂത്രനാളങ്ങളിൽ എവിടെയെങ്കിലുമുള്ള തടസ്സം കാരണമാണോ ഈ വീക്കം വരുന്നതെന്ന് ചോദിച്ചിട്ട് അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ, സർജറി ആണെങ്കിൽ സർജറി തന്നെ ചെയ്യണം. ഓക്കെ. അപ്പോൾ അത് യൂറോളജി. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് കാർഡിയാക്ക് ഞാൻ പറഞ്ഞു, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പറഞ്ഞു, ലങ്സ് പറഞ്ഞു, യൂറോളജി പറഞ്ഞു. പിന്നെ വരുന്നത് അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഇത്തരം അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, അറിയാൻ പറ്റും. പക്ഷേ മിസ് ചെയ്യാറുമുണ്ട്. കാരണം ഈ സ്കാനിങ് എന്ന് പറഞ്ഞൊരു ഹൈലി സ്കിൽഡ് ജോബാണ്. നമ്മളൊക്കെ വിചാരിക്കും സ്കാൻ ചെയ്ത ഉടനെ എല്ലാം വ്യക്തമായിട്ട് കാണാം. ഫീറ്റസ് ഇസ് മൂവിങ് അല്ലേ, ഈ ഗർഭാശയത്തിനുള്ളിൽ ഫീറ്റസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മൂവ് ചെയ്യുന്ന ഫീറ്റസിനെയാണ് ഇവർ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ സ്കാനിങ് ഉണ്ട് കേട്ടോ. ആദ്യത്തെ ഈ അനോമലി സ്കാനിങ് ഒരു 18 to 22 വീക്സിൽ അവരെന്തെങ്കിലും സംശയം തോന്നിയാൽ കൺഫേം ചെയ്യാൻ ദേ ഡു ദ സെക്കൻഡ് വൺ 32 വീക്സിൽ. കാരണം പിന്നെ ഡെവലപ്പ് ചെയ്യുന്ന അബ്നോർമാലിറ്റീസ് ഉണ്ട്. ആ ഇനിഷ്യൽ പീരീഡിൽ കണ്ടില്ലെങ്കിലും അതിനുശേഷം ഡെവലപ്പ് ചെയ്യുന്ന അബ്നോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു 32 വീക്സിൽ സെക്കൻഡ് വൺ. ഓക്കെ. അപ്പോൾ അതിലും കൂടെ ചെയ്യും. അപ്പോൾ അതിലും കൂടെ ഉണ്ടെന്ന് കൺഫേം ചെയ്താൽ, അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആണെങ്കിൽ പോലും ദ ഡോക്ടേഴ്സ് വിൽ ഡിസ്കസ് അമോങ് ദംസെൽസ്, എന്നിട്ട് അവെയർ ആയിരിക്കും. യൂഷ്വലി ഈ മേജർ പ്രോബ്ലംസ് ഉള്ള കുട്ടികളൊക്കെ നാച്ചുറലി ദേ വിൽ ബി ഡെലിവറിങ് ഇൻ എ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അല്ല, എല്ലാ സപ്പോർട്ട് സിസ്റ്റം ഉള്ള ആശുപത്രിയിൽ ഡെലിവറി ചെയ്യത്തുള്ളൂ. പെരിഫറിയിലൊന്നും അങ്ങനെയുള്ള ഡെലിവറീസ് ഗൈനക്കോളജിസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യാറില്ല. ദേ റെഫർ ടു ഹയർ സെൻറ്റർ. ഓക്കെ. കാരണം അവിടെ നല്ല ന്യൂബോൺ കെയർ വേണം. ഒരു നിയോനേറ്റൽ ICU സെറ്റപ്പ് നല്ലവണ്ണം ഉള്ള ആശുപത്രിയിൽ ഇത്തരം കേസുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സർജറി എന്ന് പറയുമ്പോൾ സർജറി കഴിഞ്ഞ് വെന്റിലേഷൻ, ന്യൂ ബോൺ വെന്റിലേറ്ററിൽ കെയർ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഹൈലി സ്കിൽഡ് ആൻഡ് ഇതാണ് ജോബാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റിയുള്ള ആശുപത്രിയിലേക്ക് സാധാരണ റെഫർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ സ്കാനിങ്ങിൽ അബ്നോർമാലിറ്റി കാണുമ്പോഴേ ഞങ്ങളുടെ അടുത്ത് പീഡിയാട്രിക് സർജൻ്റെ അടുത്ത് ഒരു ആൻറ്റിനേറ്റൽ കൗൺസിലിങ്ങിന് വിടും ഇവരെ. മനസ്സിലായി. ഏത് അബ്നോർമാലിറ്റി കണ്ടാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ അളവുകൾ, അതായത് ഫെമറൽ ലെങ്ത് ബോൺ അത് ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ന്യൂക്കൽ റിവേഴ്സ്, അങ്ങനെ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. തലയുടെ സർക്കംഫറൻസ്, ഹൈഡ്രോകെഫാലസ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടനെ ഒരു ആൻറ്റിനേറ്റൽ കൗൺസിലിങ്ങിന് വിടും. ഓക്കെ. അപ്പം നമ്മളത് വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കും. ഇത് ഡെലിവറി സിസേറിയൻ ചെയ്യണോ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ചെയ്യാമോ, അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വാട്ട് ഇസ് ദ പ്രോട്ടോകോൾ ഫോർ ഫോളോ അപ്പ്, അത് നിങ്ങൾ എത്ര ഫ്രീക്വൻ്റായിട്ട് ഡോക്ടറിനെ കാണിക്കണം, എത്ര ഫ്രീക്വൻ്റായിട്ട് സ്കാൻ ചെയ്യണം, സർജറി ചെയ്യേണ്ടി വന്നാൽ തന്നെ അത് ഏത് കാലത്ത് ഏത് പ്രായത്തിൽ ചെയ്യണം എന്നുള്ളതൊക്കെ. അങ്ങനെ ഒരു ഡെയർ എമർജൻസി സർജറി എന്ന് പറയുന്നത് ന്യൂ ബോൺ സർജറിയിൽ വളരെ അപൂർവമാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമുക്ക് ഡയഫ്രമാറ്റിക് ഹെർണിയ, ട്രക്കിയോസോഫേജൽ ഫിസ്റ്റുല ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും യു വെയിറ്റ് ഒരു 24 to 48 hours. കാരണം ഈ ഫീറ്റസ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഉടനെ അതിൻ്റെ ഫീറ്റൽ സർക്കുലേഷൻ ഒക്കെ ഇതുവരെ ഗർഭാവസ്ഥയിലായിരുന്ന അവസ്ഥയിലായിരിക്കും. അതിൻ്റെ ഓൺ സർക്കുലേഷനും അതിൻ്റെ ഇതിലോട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. അതിനിടയ്ക്ക് നമ്മൾ കയറി ഇൻ്റർവ്യൂൻ ചെയ്താൽ അത് ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാക്കും. അത് സയൻറ്റിഫിക് അല്ല. അപ്പോൾ യു ഗിവ് ടൈം, യു ഗിവ് ഓൾ ദ സപ്പോർട്ട്, വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് ഗ്യാസ് അനാലിസിസ് എന്ന് പറയും, അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബേബി സ്റ്റേബിൾ ആകുന്നുണ്ടോ എന്ന് നോക്കാം. പക്ഷേ ഹാവിങ് സെഡ് ഓൾ ദിസ്, ഇപ്പോൾ ഫീറ്റൽ സർജറി എന്നൊരു
ഇതുപോലും ഉണ്ട്. ഓക്കെ. അതായത് ദാറ്റ് ഇസ് എ വെരി അപ്കമ്മിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫീൽഡ്, പക്ഷേ വെരി ഹൈ റിസ്ക് ഓൾസോ. അതായത് ഗർഭാവസ്ഥയിൽ തന്നെ ഇതുപോലെ അബ്നോർമാലിറ്റി ഉള്ള കുട്ടികളെ ഗർഭപാത്രം തുറന്ന് കുട്ടിയെ സെപ്പറേറ്റ് ചെയ്യാതെ, അതായത് പ്ലാസൻ്റയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നില്ല, പ്ലാസൻ്റയോട് കൂടി, പ്ലാസൻ്റ അകത്തുണ്ട്, ഫിക്സഡ് ആണ്, അംബിലിക്കൽ കോഡോടുകൂടി പുറത്തെടുക്കും, സർജിക്കൽ റിപ്പയർ ചെയ്ത് തിരിച്ച് ഗർഭപാത്രത്തിൽ തന്നെ ഇടും, എന്നിട്ട് പ്രസവിപ്പിക്കും പിന്നീട്. അപ്പോൾ അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഈ പറഞ്ഞ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പല ഡിഫക്റ്റുകൾക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഓപ്പൺ സർജറി ചെയ്യുന്നത്, അത് മദറിന് റിസ്ക് ഉണ്ട്, ഫീറ്റസിനും റിസ്ക് ഉണ്ട്, എല്ലാം റിസ്ക് ഉണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ചെയ്യാറുണ്ട്. അമേരിക്കയിലൊക്കെ അത് ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുണ്ട് ഫീറ്റൽ സർജറി. അതിൻ്റെ ലോങ് ടേം ഇഫക്ട്സും സ്റ്റഡിയൊക്കെ വരുന്നതേ ഉള്ളൂ. ഹൗ ഫാർ ഇറ്റ് ഈസ് എഫക്റ്റീവ് എന്നുള്ളത് പല സ്റ്റഡികളും ഇക്യുവോക്കൽ, അതായത് പ്ലസ് ഓർ മൈനസ് പറയുന്നുണ്ട്, ചിലത് പ്ലസ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവോൾവ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. എന്നാലും അത് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ സർജറി, ഓപ്പൺ ഫീറ്റൽ സർജറി അല്ലാതെ തന്നെ ആൻറ്റിനേറ്റൽ ഫീറ്റൽ ഇൻ്റർവെൻഷൻസ് ഉണ്ട്. അതായത് ഈ നമുക്ക് സ്കോപ്പ് ഇട്ടിട്ട്, ലാപ്രോസ്കോപ്പി എന്ന താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഗർഭപാത്രത്തിനകത്തോട്ട് സ്കോപ്പ് ഇട്ടിട്ട് അതിൽ കൂടെ നമുക്ക് ചില പ്രൊസീജിയേഴ്സ് ചെയ്യാം. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ്, അതായത് ഈ ആൺകുട്ടികൾക്ക് മൂത്രനാളം, മൂത്രസഞ്ചിയിൽ നിന്ന് പുറത്തോട്ട് വരുന്ന മൂത്രനാളത്തിൽ ഒരു വാൽവ്, ഒരു തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഗർഭാവസ്ഥയിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ വാൽവുള്ള കുട്ടികൾക്ക് എന്താ, ഈ ഗർഭാവസ്ഥയിലിരിക്കുന്ന കുട്ടി മൂത്രം ഒഴിക്കും. ആ മൂത്രമാണ് വൺ ഓഫ് ദ കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് ടു ദ ഫ്ലൂയിഡ്. അപ്പോൾ ആ മൂത്രം കുറവാണെങ്കിൽ ഫ്ലൂയിഡും കുറയും. അപ്പോൾ ആ കുട്ടിയുടെ ലങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ലൂയിഡ് നോർമൽ ആയിരിക്കണം. കുട്ടിയുടെ മൂത്രം എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്യണം, ബ്ലാഡറിൽ നിന്നും ആംനിയോട്ടിക് ഫ്ലൂയിഡിലോട്ട് ഡൈവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവരെന്ത് ചെയ്യും, അതൊരു വെസൈക്കോ ആംനിയോട്ടിക് ഷണ്ട് എന്ന് പറയും. വെസൈക്കോ എന്ന് വെച്ചാൽ ബ്ലാഡറിൽ നിന്നും ആംനിയോട്ടിക് ക്യാവിറ്റി, ഈ ഫ്ലൂയിഡ്, ഈ അമ്മയുടെ ആ ക്യാവിറ്റിയിലോട്ട് ഒരു ഷണ്ട്, ഒരു ട്യൂബ് ഇട്ട് കൊടുക്കും. അത് ഈ സ്കോപ്പ് വഴിയാണ് ചെയ്യുന്നത്. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിനകത്തൂടെ കുട്ടിയുടെ മൂത്രസഞ്ചി തുളച്ച് അതിൽ കൊണ്ട് ട്യൂബ് ഇടും. അപ്പോൾ ആൻറ്റിനേറ്റൽ ഇൻ്റർവെൻഷൻസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ലങ്സിൽ അതേപോലെ ട്യൂബ് ഇടുന്നതുണ്ട്. അങ്ങനെ കുറേ ഇൻ്റർവെൻഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം ഒരുപാട്, അതത്ര പുതിയ കാര്യമല്ല കേട്ടോ. അത് കുറച്ച് വർഷങ്ങളായി ഇതൊക്കെ തുടങ്ങിയിട്ട്. നമ്മുടെ നാട്ടിലത് ചില സെൻറ്റേഴ്സിലൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് പ്രത്യേക ലൈസൻസും, കാരണം ഇതെല്ലാം ഹൈ റിസ്ക് പ്രൊസീജിയേഴ്സ് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ റുട്ടീനായിട്ട് ചെയ്യുന്നത് കാര്യങ്ങളാണ് ഈ ഡെലിവറി കഴിഞ്ഞുള്ള സർജറിയും മറ്റ് കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ പറഞ്ഞ കണക്ക് റെഗുലർ ഫോളോ അപ്പ്, റെഗുലർ ഇൻ്റർവെൻഷൻ ആൻഡ് ക്ലോസ് വാച്ച്. സർജറി കഴിഞ്ഞാലും ഇവർക്ക് ലോങ് ടേം സീക്വലൈസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കുക, വന്നാൽ തന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാം അറിയാം നമുക്ക്. അപ്പോൾ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇത്രയും അനോമലീസ് ഇൻ ഷോർട്ട് ജനറലായിട്ട് ഈ കൺജനറൽ അനോമലീസ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതായത് മുച്ചെറി, അത് പിന്നെ അതുകൊണ്ട് പാലറ്റ്, അതുപോലെ അതെല്ലാം ഗ്യാപ്പോടുകൂടി ജനിക്കുന്ന കുട്ടികൾ, ഇതെല്ലാം ഈ ഡിഫോമിറ്റീസിൽ വരുന്നതാണ്. മാൽഫോമേഷൻസിൽ വരുന്നത് ഞാൻ പറഞ്ഞ കണക്ക് ഈ GIT, യൂറോളജി, ഇതെല്ലാം ലങ്സ്, ഇതെല്ലാം ഒക്കെ വരുന്നതാണ് മാൽഫോമേഷൻസ്.